ഫ്രണ്ട്സേ തന്നെയാണേ ഞാനേ ഒരു മുണ്ട് വാങ്ങിച്ചു കേട്ടോ. ആ മുണ്ട് നിങ്ങൾക്ക് കാണിച്ച് എന്താ ഇപ്പം ഇത്ര വലിയ ഒരാൾ ഒരു മുണ്ട് വാങ്ങിച്ചാൽ എന്താ ഇപ്പം ഇത്ര കാണിക്കേണ്ട ആവശ്യമെന്ന് നിങ്ങൾ വിചാരിക്കണ്ടാവും. ഇതൊരു പാവം വയസ്സായ ഒരു അച്ഛൻ വന്ന് മുണ്ട് വിൽക്കാൻ വന്നാണ് കടയിൽ. സേലത്തു നിന്നാണ് വന്നത്. ഒരു കണ്ണിന് എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ വീട്ടിലിങ്ങനെ അടഞ്ഞുകൂടിയിരിക്കും, പിന്നെ ഭയങ്കര പ്രയാസമാണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. പക്ഷേ ഈ അച്ഛനെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളൊന്നും അല്ല എന്ന് തോന്നിപ്പോകുന്ന ഒരു നിമിഷമായിരുന്നു എനിക്കുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് മുണ്ട് ആവശ്യമില്ല എന്നിട്ടും ഞാനൊരു മുണ്ട് മേടിച്ചു. 100 രൂപ കൊടുത്തിട്ട് ഒരു മുണ്ട് മേടിച്ചു. പിന്നെ ആ അച്ഛനെ കോൺഫിഡൻറ്റ് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇത് കളറ് പോവില്ല, നല്ലതാണ് എന്നൊക്കെയാണ് ആ അച്ഛൻ പറയണത്. അപ്പോൾ ആ അച്ഛൻ്റെ കോൺഫിഡൻസ് ലെവൽ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ അടുത്തൊക്കെ ഇതേപോലെയുള്ള അച്ഛന്മാരൊക്കെ ഇങ്ങനെ വന്ന് വാങ്ങിക്കുകയാണെങ്കിൽ, വരികയാണെങ്കിൽ ദയവ് ചെയ്ത് വേണ്ടെങ്കിലും ഒരെണ്ണം വാങ്ങിച്ചവരെ സഹായിക്കുക. കളറ് പോവോ? കളറ് പോവില്ല അല്ലേ? വിശ്വസിച്ച് വാങ്ങിക്കാം അല്ലേ? സേലത്തുനിന്ന് വരികയാണ് അല്ലേ? ശരി കേട്ടോ അച്ഛാ, ഇനിയും വരി. ശരി. ശരി അച്ഛാ.